കൊജോക്കിന്ന് ഫ്രൂട്ട് കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് നമ്മൾ കൊജോക്ക് മാർക്കറ്റിലേക്ക് പോയത്. പക്ഷേ ഫ്രൂട്ട് തീരെ ഫേമസ് അല്ല ഇവിടെ. കുറേ പോയപ്പോൾ നമ്മളൊരു കട കണ്ടു. അവിടെ പഴവും ആപ്പിളും ഓറഞ്ചും ഇരിക്കുന്നുണ്ട്. ഭയങ്കര റേറ്റാണ് പറയണത്. 4 പഴത്തിന് 5000 പൗണ്ട്, ഏകദേശം $1. ഒരു ആപ്പിളിന് 1 പൗണ്ട്, 5000 പൗണ്ട്, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ കൊജോക്ക് അങ്ങാടിയിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നടന്ന്. മാർക്കറ്റ് നല്ല തിരക്കുണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവരുടെ ഇതായ രീതിയിൽ എല്ലാം ഒരു അറേഞ്ച് ചെയ്ത് വെച്ച് ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ സിനിമ തിയേറ്ററുകൾ മാതിരി സിനിമ ഹാൾ എന്നാണ് അവർ പറയുന്നത്. അതിന് നമ്മളൊരു ഹോട്ടലിൽ കയറി. അവിടെ ഫത്തീറ കിസ്റ എന്ന് പറഞ്ഞ 2 ഭക്ഷണം നമ്മൾ കണ്ടിട്ടാണ് കയറിയത്. ഒരു 3 ഫത്തീറയും 2 കിസ്റയും നമ്മൾ ഓർഡർ ചെയ്തു. ഫത്തീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊറാട്ട മാതിരി വരുന്നൊരു ഭക്ഷണമാണ്. ഈ കിസ്റ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നാട്ടിലെ മറ്റേ പ്ലെയിൻ ദോശ ഒക്കെ വരുന്നത് പോലെ അങ്ങനത്തെ ഒരു ടേസ്റ്റുമാണ് വരുന്നത്. ഇത് അവരുടെ ഓരോ ഭക്ഷണമാണ്. നമ്മളെ നാടൻ ചോറുണ്ട്, പിന്നെ ചീരക്കറി ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, പിന്നെ ഗോട്ട് മീറ്റ് ഉണ്ട്. ഗോട്ട് മീറ്റ് ആട്ടിറച്ചിയാണ് ഇവരെ മെയിൻ ഐറ്റംസ് വരുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഒരു ബീൻസ് കൊണ്ടുള്ള ഒരു കറി. ബീൻസും ഇവരുടെ ഒരു പ്രധാന ഭക്ഷണമാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഹോട്ടലുകളൊന്നും അത്ര ഹൈജീനിക് ഒന്നുമല്ല. ഇവരുടേതായ ഒരു ട്രഡീഷണൽ രീതിയിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഒന്ന് റോഡില്ലാത്തത് കൊണ്ട് ഭയങ്കര പൊടിയാണ്. 2 ഇവിടുത്തെ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു കടയാണ് ഈ കാണുന്നത്. അവിടുത്തെ മെയിനായിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി തരുന്ന ഒരു പെണ്ണാണ് ഇത് നടത്തുന്നത്. അവർ മറ്റ് സുഡാനിലുള്ളതായിരുന്നു. യുദ്ധം കാരണം കൊണ്ട് ഇവിടേക്ക് വന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഒരു ഉന്തുവണ്ടിയിൽ ഒരു ഇത് കൊണ്ട് വന്നു. ചക്കരക്കിഴങ്ങ്, നമ്മളെ നാട്ടിൽ കാണുന്ന ചക്കരക്കിഴങ്ങ് കൊണ്ടാണ് വന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ പണ്ട് നമ്മളൊക്കെ കളിച്ചിരുന്ന പോലെ ഇതുപോലെ ടയർ ഉരുട്ടുക, ചെരുപ്പ് വെട്ടി വണ്ടി ഉണ്ടാക്കുക, അതൊക്കെയാണ്. ഇതാണ് അവിടുത്തെ മെയിൻ റോഡാണിത്. പശു ഇവരെ ജീവിതത്തിൻ്റെ ഒരു മെയിൻ ഭാഗമാണ്. പശുവാണ് ഇവരെ കല്യാണത്തിനൊക്കെ മെയിനായിട്ട് ഡൗറി ആയിട്ട് കൊടുക്കുന്നത്. ഡൗറി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ മാതിരത്തെ ഡൗറി അല്ല. ഇവർ ചെക്കന് എത്രയാണോ പശുവിന് വാപ്പ ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള പൈസ കൊടുത്തിട്ട് വേണം പെണ്ണിനെ കല്യാണം കഴിക്കാൻ. തടി കുറഞ്ഞ് നീണ്ട പെണ്ണിനാണ് ഇവിടെ ഭയങ്കര ഡിമാൻഡ്. അതിന് 500 പശുവിനൊക്കെയാണ് ചോദിക്കുക. 500 പശുവിന്, ഒരു പശുവിന് $500 വെച്ച് കൊടുക്കണം.